രാജ്യം കണ്ട ഏറ്റവും കരുത്തനായ ഏറ്റവും ജനകീയനായ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിയെന്നും കരുത്തരായ നേതാക്കളിൽ മറ്റൊരാളാണ് അമിത്ഷാ എന്നും ഇന്ത്യ വിശ്വസിച്ചിരുന്നു. പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം ആളിക്കത്തും മുമ്പ് വരെ എന്നാണ് BJP പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJPയെ പുറത്താക്കണമെന്നും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അധികാര കസേരകളിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വോട്ട് വിഹിതം കൂടുകയും സീറ്റുകൾ കൂടുകയും BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാവുകയും ലഭിക്കാതെ പോവുകയും ഒക്കെ ചെയ്തത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിയ ജനകീയ പ്രക്ഷോഭ വിജയത്തോടുകൂടി BJPയും RSSും കൂലങ്കഷമായി ചിന്തിക്കുകയാണ്. എവിടെയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയത്? കേരളത്തിൽ CPM ചിന്തിക്കുന്നത് പോലെയല്ല. BJP ചിന്തിച്ചാൽ അവർ പാർട്ടിക്കുള്ളിൽ ഏതാണ്ടെങ്കിലുമൊക്കെ നടപ്പിലാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കേരളത്തിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. പുഴുവരിച്ച് പുഴുത്ത് നാശക്കോട്ടയായാലും ഇതൊന്നും തിരുത്തപ്പെടില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ RSSും BJPയും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ, പ്രക്ഷോഭത്തെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും ഇന്ധനം കൊടുത്തും ആളിക്കത്തിക്കുകയും ചെയ്തത് BJP സർക്കാർ തന്നെയാണ്. നരേന്ദ്രമോദിയുടെ സാധാരണ ഐഡിയ തന്നെയാണ്. അവർക്ക് വേണ്ടിയിരുന്നത് അയോധ്യയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് പുറത്തു വരരുത്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യരുത്, ജനങ്ങൾ അത് മറക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നിട്ട് സ്വർണ്ണക്കൊള്ളയുടെ അയോധ്യയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് മോഷണം പോയത്. സംഭാവനയാണ് കുംഭകോണമായി മാറിയത്. ആ രാമനെ വിറ്റാണ് ഇവർ അധികാരം നേടിയതെന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. നമ്മുടെ രാമനെ വിറ്റാണ് ഇവർ അധികാരം നേടിയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. എൻ്റെയും നിങ്ങളുടെയും രാമനെ വിറ്റാണ് ഇവർ അധികാരം നേടിയതെന്ന് നമ്മൾ മറന്നു പോകരുത്. ആ രാമനെ കൊള്ളയടിച്ചാണ് ഇവരുടെ ഭണ്ഡാരങ്ങളും സ്വകാര്യ ഖജനാവുകളും സുരക്ഷിതമാക്കിയതും അല്ലെങ്കിൽ അതിനെ തിക്കി നിറച്ചതെന്നും നമ്മൾ മറന്നു പോകരുത്. ആ മറവി നമുക്കുണ്ടാകും. ഈ CJPയുടെ സമരം ഇങ്ങനെ നടക്കുകയല്ലേ, അതിൻ്റെ പിന്നാലെ ഈ ഞാനും നിങ്ങളുമൊക്കെ പൊയ്ക്കൊള്ളുമെന്ന് നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ധരിച്ചു വച്ചു. നമ്മൾ പോയോ? ഇല്ല, നമ്മൾ പോയില്ല. അവിടെ CJPയുടെ സമരം ആളി കത്തുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും BJP ഇന്ധനം പകർന്നുകൊണ്ടേയിരുന്നു. ഒന്നവരുടെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു, രണ്ടവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ തകർക്കുന്നതിന് വേണ്ടി പലതും കണ്ടുകെട്ടി, പലതും നിരോധിച്ചു. അങ്ങനെയൊക്കെ വാർത്ത വരുമ്പോൾ അവിടെ അവരുടെ പ്രക്ഷോഭത്തിന് ശക്തി കൂടിക്കൂടി വന്നു. വാങ്ചുക് അവിടെ നിരാഹാരത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വന്നു. SFIയും ISIയും ഒക്കെ അതിന് മുമ്പേ തന്നെ അവിടെ പ്രക്ഷോഭത്തിലാണ്. അങ്ങനെ പ്രക്ഷോഭം ആളിക്കത്തി. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം. 24 ലക്ഷം കുട്ടികളെ നേരിട്ട് ബാധിച്ച നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്ക് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി അലയടിച്ചു. CBSE പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്താതെ തട്ടിപ്പാറ്റി ചവറ്റുകൊട്ടയിലെറിഞ്ഞ CBSEയുടെ അധികൃതർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം നീറിപ്പുകഞ്ഞു. അതുപോലെ 100ഓളം മത്സര പരീക്ഷകളിൽ അലങ്കോലപ്പെട്ട ഭാവിയുമായി ശരണം തേടി അലഞ്ഞു തിരിയുന്ന യുവാക്കൾക്ക് വേണ്ടി പ്രക്ഷോഭം ശക്തമായി ഉയർന്ന് പൊന്തി. അപ്പോൾ നരേന്ദ്രമോദി കരുതി പണ്ടൊക്കെ ഇദ്ദേഹം ചെയ്യുന്നത് പോലെ ഈ സമരമങ്ങ് അടിച്ചമർത്തിക്കളയാം. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിട്ടു. അവരിപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ തീവ്രവാദി മേഖലയിൽ കൊണ്ടുപോകുന്ന പെല്ലറ്റ് തോക്കൊക്കെ എങ്ങനെ ഈ സമരക്കാരെ നേരിടാൻ കൊണ്ടുപോയി എന്നാണ് അവർ ചോദിക്കുന്നത്. വീഴ്ച പറ്റിയെന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അവർ പെല്ലറ്റ് പായിക്കുന്ന തോക്ക് കൊണ്ട് കുട്ടികളുടെ നേരെ നിറയൊഴിച്ചു, കണ്ണീർവാതകം പ്രയോഗിച്ചു, ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? സമരം ആളിക്കത്തി. തലങ്ങും വിലങ്ങും കുട്ടികളെ തല്ലിച്ചതച്ചു. ഒരു കുട്ടി ഇപ്പോഴും അർദ്ധബോധാവസ്ഥയിൽ അതിഭീകരമായ ആരോഗ്യസ്ഥിതിയിൽ ആശുപത്രിയിലാണ്. സാക്ഷി എന്ന പെൺകുട്ടി. ഇത്രയൊക്കെ ആയിട്ടും ജനങ്ങൾ സമരത്തിന് ഒപ്പം ആർത്തു വിളിച്ച് ഒത്തുകൂടുമ്പോഴും പ്രധാനമന്ത്രി അനങ്ങിയില്ല. അവസാന നിമിഷം പ്രധാനമന്ത്രി യുവാക്കളുടെ തേർത്തട്ടായ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പോസ്റ്റ് ചെയ്തു. നിങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നൊക്കെ തള്ളി നോക്കി. ആ തള്ള് ഏറ്റില്ല. ജനങ്ങൾ തിരിച്ചടിച്ചു. മോദിയുടെയും LDയുടെയും ഒക്കെ ശ്ലീലവും അശ്ലീലവുമായ ഫോട്ടോകൾ ദില്ലിയിൽ നിരന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മോദിക്കെതിരെയുള്ള അധിക്ഷേപം വർദ്ധിച്ചു വന്നു. അമിത്ഷായ്ക്കുള്ള അധിക്ഷേപം വർദ്ധിച്ചു വന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ RSSും BJPയും പറയുകയാണ്, ഈ
സമരത്തെ നേരിടുന്നതിൽ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പരാജയപ്പെട്ടു എന്ന് BJP സമ്മതിക്കുകയാണ്. ഇവരെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. ഇവരുടെ തന്ത്രങ്ങൾ കാലഹരണപ്പെട്ടു. പാർട്ടി അടിമുടി മാറണം. വൃത്തിക്കും ചൊവ്വേ നേരെ ഭരിക്കുന്ന നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും ഒക്കെ ഉണ്ട്. അവർക്ക് പോലും അവരുടെ ഇമേജിന് പോലും കോട്ടം തട്ടി. ഇനി മറ്റൊരു കാര്യം കൂടി RSSനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഈ സമരം തുടങ്ങി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന അറിഞ്ഞ ആദ്യ ദിനം തന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് RSS നേതാവ് കൂടിയായ അല്ലെങ്കിൽ RSSൻ്റെ തായ് വഴി നടന്നു വന്ന് കയറിയ പ്രധാൻ, പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാൻ രാജി എഴുതി കൊടുക്കാൻ തയ്യാറായിരുന്നു അത്രേ. അതിപ്പോഴുള്ള നറേറ്റീവ് ആയിരിക്കാം, എങ്കിലും ഇപ്പോൾ RSS പറയുന്നത് അങ്ങനെയാണ്. പ്രധാൻ അങ്ങനെ രാജിക്ക് തയ്യാറായിരുന്നു. പക്ഷേ രാജി വലിച്ചു നീട്ടി ഇത്രയും 39 ദിവസം കൊണ്ടുപോയി. എന്നിട്ട് പ്രധാനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന നിലയ്ക്ക് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അത് മോദി ചെയ്ത വലിയ വീഴ്ചയാണ്, കുറ്റമാണെന്ന് RSSും BJPയും കരുതുന്നു. അമിത്ഷായെ തന്ത്രങ്ങൾ മെനയുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ആളെന്ന് വിശേഷിപ്പിച്ചിരുന്ന RSS ഇപ്പോൾ ജനവിരുദ്ധനാക്കി മുദ്രകുത്തുന്നു. ഏതായാലും പാറ്റകളുടെ പ്രക്ഷോഭം രാജ്യത്ത് വലിയൊരു ദിശാസൂചികയാണ്. പാറ്റകൾ മാത്രമല്ല, ആ സമരത്തിൽ അണിചേർന്ന പാറ്റകൾക്ക് മുമ്പേ തന്നെ സമരമുദ്രാവാക്യം വിളിച്ച SFIയും ISയും AISFും ഒക്കെ തന്നെ പുതിയ മാതൃകയാണ് തീർത്തത്. നിലവിലുള്ള രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് വ്യവസ്ഥാപിതമല്ലാത്ത മറ്റ് ചില ആദർശങ്ങൾക്ക് കൂടി സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട പാറ്റകളുടെ സമരം, അത് ഇനി വരാനിരിക്കുന്ന ഇന്ത്യയുടെ പുതിയ പോർമുഖമാണ്. ഇനിയും ഒട്ടേറെ സമരങ്ങൾ ഇന്ത്യ കാണേണ്ടി വരും. കാരണം ഇന്ത്യൻ ജനാധിപത്യം ഒരു ശുദ്ധികലശം ആവശ്യപ്പെടുന്നുണ്ട്. അത് നടത്തുമെന്ന പൂർണ്ണ ബോധം ഇന്ത്യക്ക് ഉണ്ടായിക്കഴിഞ്ഞു CJPയുടെ ഈ പ്രക്ഷോഭ വിജയത്തിലൂടെ. അതുതന്നെയാണ് RSS BJP കേന്ദ്രങ്ങളിൽ വലിയ പുക പടർത്തുന്നതും.